നമസ്കാരം. കൊറോണയ്ക്ക് ശേഷം വീണ്ടും മാരകമായ ഒരു വൈറസിനെ സൃഷ്ടിച്ചിരിക്കുകയാണ് ചൈനയിലെ ശാസ്ത്രജ്ഞർ. എബോളയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് രോഗത്തെയും അതിന്റെ ലക്ഷണങ്ങളെയും കുറിച്ച് പഠിക്കാൻ മാരകമായൊരു വൈറസിനാണ് രൂപം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. ഹെബൈ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പരീക്ഷണം വിശദമായി വിവരിക്കുന്ന ഒരു പഠനം സയൻസ് ഡയറക്റ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മൃഗങ്ങളിൽ മാരകമായ ഈ വൈറസ് കുത്തിവയ്ക്കുകയും 3 ദിവസത്തിനുള്ളിൽ അവ മരിക്കുകയും ചെയ്തതായി ഗവേഷകർ പഠനത്തിൽ ചൂണ്ടിക്കാട്ടി. പരീക്ഷണം നടത്തിയ മൃഗങ്ങളിൽ ബഹു അവയവ പരാജയം ഉൾപ്പെടെയുള്ള എബോള ബാധിതരായ മനുഷ്യരിൽ കാണപ്പെടുന്നതിന് സമാനമായ ഗുരുതരമായ രോഗാവസ്ഥകൾ ഉണ്ടായതായും അവർ പഠനത്തിൽ പറഞ്ഞു. പഠനത്തിനായി ചൈനീസ് ഗവേഷകരുടെ സംഘം കന്നുകാലികളുടെ ഒരു പകർച്ചവ്യാധി ഉപയോഗിക്കുകയും എബോളയിൽ കണ്ടെത്തിയ ഒരു പ്രോട്ടീൻ ഇതിലേക്ക് ചേർക്കുകയും ചെയ്തു. ഇതോടെ വൈറസ് കോശങ്ങളെ ബാധിക്കുകയും മനുഷ്യ ശരീരത്തിൽ ഉടനീളം വ്യാപിക്കുകയും ചെയ്തു. വൈറസ് പരീക്ഷിച്ച മൃഗങ്ങളിൽ കുത്തിവയ്പ്പിന് ശേഷം അവരുടെ നേത്രഗോളങ്ങളിൽ സ്രവങ്ങൾ ഉണ്ടാവുകയും അതവരുടെ കാഴ്ചയെ തകരാറിലാക്കുകയും നേത്രഗോളങ്ങളുടെ ഉപരിതലത്തെ മൂടുകയും ചെയ്തു. ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ കൊറോണ വൈറസ് വുഹാനിലെ ഒരു ലാബിൽ നിന്നായിരുന്നു ചോർന്നത്. ഈ ആരോപണം നിലനിൽക്കെയാണ് ലോകത്തിന് തന്നെ ഭീഷണിയായ മറ്റൊരു വൈറസിനെ ചൈന സൃഷ്ടിച്ചത്. ഒരു ലാബ് ക്രമീകരണത്തിൽ എബോള ലക്ഷണങ്ങളെ സുരക്ഷിതമായി അനുകരിക്കാൻ കഴിയുന്ന ശരിയായ മോഡലുകൾ കണ്ടെത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു. എബോള പോലുള്ള വൈറസിന് ബയോസേഫ്റ്റി ലെവൽ 4 മാനദണ്ഡമുള്ള അതീവ സുരക്ഷിതമായ സൗകര്യങ്ങൾ ആവശ്യമാണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള മിക്ക ലാബുകളും BSL-2 മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയാണ്. ചൈനീസ് ഗവേഷകർ വെസിക്കുലർ സ്റ്റമാറ്റിസിസ് വൈറസ് എന്ന വൈറസ് ഉപയോഗിച്ച് അതിലേക്ക് എബോള വൈറസിന്റെ ഭാഗമായ ഗ്ലൈക്കോപ്രോട്ടീൻ ചേർക്കുകയാണ് ചെയ്തത്. ഇത് വൈറസ് കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനും വ്യാപിക്കുന്നതിനും നിർണായക പങ്കുവഹിച്ചു. പഠനത്തിൽ സ്ത്രീ പുരുഷ ലിംഗങ്ങളിൽ നിന്നുള്ള 5 വീതം മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു. ചത്ത മൃഗത്തിന്റെ അവയവങ്ങൾ ശേഖരിച്ചപ്പോൾ ഹൃദയം, കരൾ, പ്ലീഹ, ശ്വാസകോശം, വൃക്ക, ആമാശയം, കുടൽ, മസ്തിഷ്ക കോശങ്ങൾ എന്നിവയിൽ വൈറസ് അടിഞ്ഞുകൂടിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ വിജയം എബോളയ്ക്കെതിരായ മെഡിക്കൽ പ്രതിരോധ നടപടികൾ ദ്രുതഗതിയിലാക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. വാക്സിനുകളുടെയും ചികിത്സകളുടെയും വികസനം ത്വരിതപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കും. അതേസമയം തന്നെ ഇത് കാര്യമായ ധാർമ്മികവും സുരക്ഷാ ആശങ്കകളും ഉയർത്തുന്നുണ്ട്. ലാബിനുള്ളിലാണെങ്കിൽ പോലും ഇത്തരം മാരകമായ വൈറസിന്റെ സൃഷ്ടി ആകസ്മികമായി ഇവ പുറത്തു വരുന്നതിന്റെയും അല്ലെങ്കിൽ ഇവ ഒരു ബയോളജിക്കൽ ആയുധമായി ദുരുപയോഗപ്പെടുത്തുന്നതിന്റെയും അപകട സാധ്യതകൾ ഉയർത്തുന്നുണ്ട്. ലാബ് സുരക്ഷയെക്കുറിച്ചും COVID-19 മഹാമാരിയുടെ ഉത്ഭവത്തെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്കിടയിൽ ഈ ഗവേഷണം വൈറോളജി പഠനത്തിൽ കർശനമായ മേൽനോട്ടത്തിന്റെയും സുതാര്യമായ ധാർമ്മിക മാർഗനിർദ്ദേശങ്ങളുടെയും ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു. 1976 സുഡാനിലും കോങ്കോയിലുമാണ് എബോള രോഗം ആദ്യമായി കാണപ്പെടുന്നത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്ന ഒരു രോഗമാണിത്. എബോള വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 ദിവസം മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. രോഗബാധിത ജീവിയുടെ ശരീരദ്രവങ്ങളിലൂടെയാണ് എബോള പ്രധാനമായും പടരുന്നത്. എബോള ബാധിച്ച മനുഷ്യന്റെ രക്തം നേരിട്ട് സ്പർശിക്കുന്നതിലൂടെയും മനുഷ്യരിൽ ഈ രോഗം പടരുന്നു. എബോള വൈറസ് മനുഷ്യരിലെത്തുന്നത് മൃഗങ്ങളിലൂടെയാണ്. രോഗം ബാധിച്ച ചിമ്പാൻസി, കുരങ്ങ്, ഗറില്ല, പന്നി, വവ്വാൽ എന്നിവയുടെ ശരീരത്തിലെ എല്ലാത്തരം സ്രവങ്ങളിലും എബോള വൈറസ് ഉണ്ടാകാം. ഇവയുടെ രക്തം, മൂത്രം, കാഷ്ടം എന്നിവയുടെ സ്പർശനത്തിലൂടെയും രോഗാണുക്കൾ പകരാം. ശരീരത്തിലെ മുറിവുകൾ, വായ്, ത്വക്ക് എന്നിവയിലൂടെയും വൈറസിന് മനുഷ്യ ശരീരത്തിലെത്താനാകും. പനി, തൊണ്ടവേദന, തലവേദന തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. ചിലപ്പോൾ ഛർദി, തൊലിയിലെ തിണർപ്പ് എന്നിവയും ഉണ്ടാകാം. താരതമ്യേന ആരോഗ്യമുള്ളവരിൽ രോഗാവസ്ഥ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തനിയെ മാറുന്നു. എന്നാൽ ചിലരിലാകട്ടെ ഗുരുതരമായ രക്തസ്രാവം ഉണ്ടാകും. രോഗം വന്ന് 5 മുതൽ 7 ദിവസങ്ങൾക്കുള്ളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇത്തരക്കാരിൽ ക്രമേണ കരൾ, വൃക്ക തുടങ്ങിയ അവയവങ്ങളുടെ തകരാറ് മൂലം മരണം സംഭവിക്കാം. രോഗത്തെ പ്രതിരോധിക്കുകയാണ് ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായ കാര്യം. ഉയർന്ന മരണനിരക്കും ഗുരുതരമായ രോഗലക്ഷണങ്ങളും കാരണം എബോള ഏറ്റവും ഭയപ്പെടുന്ന വൈറസുകളിലൊന്നാണ്. 2014 2016 ഇടയിലാണ് അവസാനത്തെ പ്രധാന എബോള രോഗബാധ പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് നിരവധി പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളെ ബാധിക്കുകയും ആയിരക്കണക്കിന് മരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഇത്തരം രോഗവ്യാപനം ഫലപ്രദമായ മെഡിക്കൽ പ്രതികരണങ്ങളുടെ അടിയന്തര ആവശ്യകതയെയും ഹെബൈ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയതുപോലുള്ള ഗവേഷണത്തിന്റെ പ്രാധാന്യത്തെയും ഉയർത്തിക്കാട്ടുന്നതായി ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.